വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, ഭയങ്കര ടെൻഷനിലായിരിക്കില്ല നിങ്ങൾ. പരീക്ഷയായി, മോഡൽ എക്സാം ആയി, അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാമിൽ ഇതാ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അങ്ങോട്ട് നല്ലോണം കിടിലമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ A+. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെയാണെന്നൊക്കെ അറിയണോ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. ആദ്യം തന്നെ വന്ന കുട്ടികളൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ വേഗം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മീൻസ് ക്ലാസ്സുകളുടെ റീപ്ലേ മീൻസ് ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് പറയണം. ക്ലാസ് കഴിഞ്ഞിട്ട് മതി. അതുപോലെ തന്നെ വന്ന കുട്ടികളൊന്ന് ലൈക്ക് അടിച്ചു വെക്കുക. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നിങ്ങളെ ലൈക്കുകളും കമന്റ്സുകളും അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന മാക്സിമം സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈക്കും കമന്റ്സും ഒക്കെയാണ് കുഞ്ഞോളെ. രണ്ടുപേരും എല്ലാവരും പെട്ടെന്നൊന്ന് കമന്റ് സെക്ഷൻ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച്. ഓക്കെ, നമുക്ക് ഏതാണ് ആ സാധനം, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം. ഏതാണ് 4 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ സാറ് പറഞ്ഞു കേട്ടോ. ഇതാണ് ഒരു ചോദ്യം സാറ് തരാം. ലൈക്ക് അടിക്കാത്ത ഒരുപാട് പേരുണ്ട്, ഒന്ന് ലൈക്ക് അടിച്ചേക്ക് കേട്ടോ. ക്ലാസ് കാണുന്ന കുട്ടികളൊക്കെ ഒന്ന് ഇതാ കണ്ടോ. ഇൻ ദ ഫിഗർ ഡയമീറ്റർ ഓഫ് ദ സെമി സർക്കിൾ AB ഓൾസോ AP6 PB3 ആണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് PC എന്ന് പറയുന്ന ഇതിന്റെ മെഷർമെന്റ് എന്താണ്? ഡ്രോ എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് √18. ഈ ചാപ്റ്ററിന്ന് ഒരു ചോദ്യം വരയ്ക്കാനുള്ള ചോദ്യമായിരിക്കും കുഞ്ഞോനെ. ആ വരയ്ക്കാനുള്ള ചോദ്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ സാറ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. മലയാളം മീഡിയത്തിലുള്ള ക്വസ്റ്റ്യനുകളുണ്ട്. നോക്കല്ലേ നമുക്ക്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു സെമി സർക്കിളിലെ ഡയമീറ്റർ ആണ് ഇവിടെ വരുന്നതെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ നേരെ വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കിടിലം സാധനമുണ്ട്. ഏതാണ് അത്? പറയാൻ പറ്റുവാടാ? ഈ ചോദ്യത്തിൽ ആ ഒരു സാധനം ഏതാണ്? ആ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇക്വേഷൻ ഇസ് വെരി സിമ്പിൾ ആണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതൊന്ന് ചെറുതാക്കിക്കോട്ടെ. ഈ ചോദ്യത്തിൽ PC നീളം എന്ത് മക്കളെ? PC എന്ന് പറഞ്ഞാൽ എന്തെന്നാ എൻ്റെ പൊന്നു മോനെ, ഇതാണ് PC. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇതാണ് PC എന്ന് പറയുന്ന ഈ സാധനത്തിന് നീളം കാണാൻ ഇനി ഇത്ര ചെയ്താൽ മതി. ഏത്? ആ ഇക്വേഷൻ അങ്ങോട്ട് ചാമ്പിക്കോ. ഏതാണ് ഇക്വേഷൻ? ഇക്വേഷൻ അതായത് PA × PB. ആ സാധനം താഴത്തുള്ള 2 സൈഡ്സ്, മീൻസ് സൈഡ്സ് അല്ല, ആ ഒരു ഡയമീറ്ററിന്റെ പകുതി, ഒരു കഷ്ണം PA × PB. PA × PB സോറി PA × PB എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് PC² ആയിരിക്കും. ഓർത്ത് വെച്ചോ, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഒരു കണ്ടം ഇൻറ്റു അടുത്ത കണ്ടം ദാറ്റ് ഈസ് ഈക്വൽ ടു PC² ആയിരിക്കും കേട്ടോ. PC². ഇവിടെ എത്രയാടാ? ഇവിടത്തെ ലെങ്ത് പറഞ്ഞേ PA 6 PB 3. അപ്പോൾ 6 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു PC². അപ്പോൾ 6 × 3 18 18 PC² ആണ്. ഈ സ്ക്വയർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ √18. ഇതേ നമ്മുടെ തരം PC ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് √18 ആടാ. സിമ്പിൾ ക്വസ്റ്റ്യനാ. ആ ചോദ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് B ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞുതരാ. √18 വശമുള്ള സമഭുജ ത്രികോണം വരയ്ക്കുക. √18 സെന്റിമീറ്റർ സൈഡുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ സെയിം സാധനം എൻ്റെ പൊന്നു മോനെ, ഇത് 6 ഇത് 3 ആണെങ്കിൽ ആ 2 സാധനങ്ങൾ 6 3 ഗുണിച്ചാൽ 18 അല്ലേ? അതിന്റെ റൂട്ടായിരിക്കും ഇത് വരാം. റൂൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ കണ്ടുപിടിച്ചപ്പോൾ. അപ്പൊ എങ്ങനെയാണ് ആ ചിത്രം വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് √18 ആണ് സൈഡ് വേണ്ടതെങ്കിൽ ഞാൻ അടുത്ത പേജിൽ എഴുതി തരേ. √18 അല്ലേ നമുക്ക് വേണ്ട? ആദ്യം √18 ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ സ്ക്വയർ ആണെങ്കിൽ ഒരു ലൈനാണ് വരയ്ക്കാൻ. √18 വര വരയ്ക്കാൻ പറഞ്ഞാലും 18 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഏരിയ ഉള്ള സമചതുരം സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചോദ്യം വരയ്ക്കാൻ പറഞ്ഞാലും നിങ്ങൾ ആ 18 ആണ് നമ്മുടെ ഏരിയ പരപ്പളവെങ്കിൽ, അല്ലെങ്കിൽ √18 ആണ് ഒരു സൈഡ് വരേണ്ടതെങ്കിൽ ആ 18നെ 2 കണ്ടാക്കിയിട്ട് നമുക്ക് 6 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്താ സാറേ 18നെ 9 2 ആക്കിയാൽ 9 2 18 അല്ലേ? നമുക്ക് അങ്ങനെ വരച്ചൂടെ? വരയ്ക്കാം, തെറ്റൊന്നുമില്ല, യാതൊരു പ്രശ്നമില്ല. പക്ഷെ 6 3 എടുക്കുമ്പം അത്യാവശ്യം നല്ല അടുത്ത് വന്നിട്ട് നല്ലൊരു ചിത്രം പോലെ വരും. 9 3 എടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ സാറ് ലാസ്റ്റ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. 6നെ നിങ്ങൾ 6 സെന്റിമീറ്റർ ആക്കിയിട്ടും 3നെ നിങ്ങൾ 3 സെന്റിമീറ്റർ ആക്കിയിട്ടും മാറ്റുക. 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററും കൂടെ കൂട്ടുക. 9 സെന്റിമീറ്റർ ആയിരിക്കണം വരയ്ക്കേണ്ടത്. ആ 9 സെന്റിമീറ്റർ നീളത്തില് ഇനി എന്തെന്നാ വരയ്ക്കേണ്ടത്? ഒരു വര അങ്ങോട്ട് വരയ്ക്കുക. 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ഒറ്റ വര വരച്ചു നോക്ക്. ഇതാണ് 9 സെന്റിമീറ്ററിൽ സ്കെയിൽ എടുക്കുക, ഒരൊറ്റ വര, ദാറ്റ് ഈസ് 9 സെന്റിമീറ്റർ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ 9 സെന്റിമീറ്റർ വരച്ചിട്ട്
അതിനെ 2 കഷ്ണാക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം, 9 സെന്റിമീറ്ററിലെ നമ്മൾ വരച്ചത്, അതിൽ ഒരു കണ്ട 6 ഒരു കണ്ട 3 ജസ്റ്റ് ഡിവൈഡ് ചെയ്തേ. ഇവിടെ മുതൽ എത്ര, ഇവിടെ മുതൽ ഒരു ഇവിടം വരെയൊക്കെ ഏകദേശം ഒരു 6 വരുന്നു എന്ന് വിചാരിച്ചു. ഇവിടം വരെ ഒരു 6 സെന്റിമീറ്റർ, ബാക്കി 3 ആയിരിക്കും വരിക. ഓക്കെ, റെഡിയാണോ? എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം, അത്രേ ഉള്ളൂ കേട്ടോ. എന്താ നമ്മൾ ചെയ്ത് 18നെ 6 3 ആക്കിയിട്ട് നമ്മൾ മുറിച്ചു. കണ്ടോ, ഇതേ ലോജിക്ക് തന്നെ. കണ്ടോ, 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ മുറിച്ചു. എന്നിട്ട് നമ്മൾ 2 കണ്ടാക്കി മാറ്റി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 9ന്റെ പകുതി എത്രടാ? 4.5 9ന്റെ പകുതി 4.5 അല്ലേ? ആ 4.5 സ്കെയിലെടുത്ത്, സ്കെയില് ഏകദേശം 4.5 പകുതിയിൽ എവിടെയാണ് വരുന്ന നോക്കുക. പകുതി, ഏകദേശം പകുതിയിൽ എടുത്തിട്ട് കോമ്പസ് എടുത്തേ. കോമ്പസിൽ 4.5 എടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിനാ 4.5 എടുക്കുന്ന സാറ് പറഞ്ഞരേ. ഇവിടെ മുതൽ ഇവിടം വരെ 4.5 ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കിയും 4.5 ആയിരിക്കും. ഒരു കണ്ടോ 4.5, മറ്റേ കണ്ടോ 4.5. അപ്പൊ 2 കണ്ടങ്ങളും 4.5 വന്നാൽ ആ 4.5 കോമ്പസിൽ എടുത്തിട്ട് കോമ്പസിന്റെ കൂർപ്പ് പകുതിയിൽ കുത്തുക. ആ 4.5യിൽ കുത്തിയിട്ട് ഇങ്ങനായിട്ട് വളയ്ക്കുക. അപ്പൊ നമുക്കൊരു സെമി സർക്കിൾ കിട്ടും. സെമി സർക്കിൾ കണ്ടോ, ഇങ്ങനെ ഒരു സെമി സർക്കിൾ കിട്ടണം. ഓക്കെ, റെഡിയാണോ നോക്കണേ. അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ ആ 4.5 കോമ്പസിൽ, 4.5 കോമ്പസിലെടുത്ത് ആ നടു കിട്ടിയിട്ട് നമുക്ക് കറക്റ്റ് വരയ്ക്കാം. കണ്ടോ, 4.5 കോമ്പസിലെടുത്തു. കണ്ടോ, ഇതാണ് പരിപാടി. സെമി സർക്കിൾ വരച്ചു. ഇനി സെറ്റ് സ്ക്വയർ എടുത്ത്, എന്നിട്ട് നമ്മൾ 6 എവിടെ മുതൽ വെള്ളേ, ഇതൊക്കെ 6 ആട്ടോ. എവിടെ മുതൽ എവിടം വരെ 6 ഉള്ളത് ഒന്ന് പറഞ്ഞേ. ഇവിടം വരെ 6 ആണ്. ഈ 6 കണ്ടോ, ആ 6ന്റെ അവിടെ അല്ലെങ്കിൽ 3 തുടങ്ങുന്നവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ച്. സെറ്റ് സ്ക്വയർ പറഞ്ഞ ഈ സാധനല്ലേ, നേരെ വെക്ക്. നമുക്ക് 90 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി അടയാളപ്പെടുത്തിയാലും മതി, തെറ്റൊന്നുമില്ല. സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് ആ 90ൽ നേരെ വരച്ചോ. നേരെ ഒരു വര വരച്ച്. കാണിച്ചരാവേ. നേരെ ഒരു വര, കണ്ടോ, നേരെ ഒരു വര വരയ്ക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കണ്ട 6ഉം മറ്റേ കണ്ട 3ലും നേരെ വരയ്ക്കുക. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, ഇത് 6ഉം ഇത് 3ഉം ആണെങ്കിൽ ഇത് √18 ആയിരിക്കും. 6 × 3 18, അതിന്റെ റൂട്ടായിരിക്കും ഇത് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സമഭുജ ത്രികോണം വരയ്ക്കാനാണ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. കഴിഞ്ഞടാ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പച്ച നിറത്തിലുള്ള ഈ ലൈനാണ് നമ്മളെ √18. ഇതാണ് നിങ്ങൾ കോമ്പസിൽ ഇനി ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത്. എടാ, കോമ്പസ് എടുക്കുക. ശേഷം കോമ്പസ് എടുത്തിട്ട്, കുഞ്ഞോനെ കേക്ക്, കോമ്പസ് എടുത്തിട്ട് ഈ പച്ച നിറത്തിലുള്ള ഈ പച്ച നിറത്തിലുള്ള ഈ ലെങ്ത് കോമ്പസിൽ അളന്നെടുത്തേ. എന്നിട്ട് അത് ഇവിടെ കുത്തുക. ഇവിടേക്ക് ആർക്ക് വരയ്ക്കുക. ഇവിടെ കുത്തുക, ഇവിടേക്ക് ആർക്ക് വരയ്ക്കാം. ആ പച്ച നിറമാണ് കോമ്പസിൽ എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ കുത്തുക ആർക്ക്, ഒരേ പൊളി. കണ്ടോ, അപ്പൊ കറക്റ്റ് നമുക്ക് എന്ത് കിട്ടും, ഒരു ഐസോസെൽസ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് വരച്ചു നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എവിടെ കുത്തേണ്ടത്, നിങ്ങളെടുത്തു. ഇവിടെ കുത്തി ഇവിടെ ആർക്ക്, ഇവിടെ കുത്തി ഇവിടെ ആർക്ക്, രണ്ടിടത്തും ആർക്ക് വരച്ചിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യാം. കേട്ടോ, ഇതൊരു ഈക്വലാറ്ററൽ ആയിരിക്കും കേട്ടോ. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ കറക്റ്റ് വരയ്ക്കുമ്പോൾ സാധനം കിട്ടും. ഞാൻ ഈ സ്കെയിലും പെൻസിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരച്ചത്. ഇതാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇനിയിപ്പോൾ ഒരു സ്ക്വയർ ആണ് വരയ്ക്കാൻ പറഞ്ഞെങ്കിലോ, 18 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ, പരപ്പളവുള്ള ഒരു സമചതുരാണെങ്കിലോ, ഇവിടുന്ന് ഈ നീളമല്ലേ നമ്മൾ എടുത്തത് ഇങ്ങോട്ട്, അതേപോലെ ഈ നീളം കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. അത് സമചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ അങ്ങനെ കഴിക്കുക, സാറേ എന്തുകൊണ്ട് 6 3 മാത്രം എടുത്തു? 18 എന്ന് പറഞ്ഞാൽ 9 2 അല്ലേ? എടാ, 9 എന്ന് പറഞ്ഞാൽ 9 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ എടുത്തൊന്ന് ആലോചിക്കുക. ടോട്ടൽ 9 2 എത്ര വരും? 11 സെന്റിമീറ്റർ മൊത്തത്തിൽ എടുക്കേണ്ടി വരും. അത് കുറച്ച് വലുതായി പോവില്ലേ? ഇതാകുമ്പോൾ നമുക്ക് 9 എടുത്താൽ പോരടോ. സിമ്പിൾ സാധനം, ഒരേപോലെ സാധനം. നല്ല കിടിലൻ ക്വസ്റ്റ്യൻ ആട്ടോ. പക്ഷെ പരീക്ഷയ്ക്ക് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അതൊന്നുമല്ല. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മക്കളെ, പഠിച്ചു വെച്ചോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഞാൻ എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞതാ, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. എടാ, ഞാൻ പറഞ്ഞുതരാം എന്താ സാധനം ചോദിച്ചാൽ ശ്രദ്ധിച്ച് കേട്ടിരുന്നോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ, OP5 ആണ്. OP5 ഏതാടാ OP? ഞാൻ അടുത്ത പേര് OP5. OP5 ഇത് 5 ആണ്, 5 സെന്റിമീറ്റർ. PA4 ആണ്, PA4. ഓക്കെ, PB6 ആണ്, PB6.
ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് വൃത്തത്തിന്റെ ആരം, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഞാൻ അങ്ങോട്ട് ഒരൊറ്റ കാര്യം പറയട്ടെ, എന്ത് റേഡിയസ്, എന്ത് സർക്കിളിന്റെ റേഡിയസ് ആണെങ്കിലും ഇങ്ങനൊരു ചിത്രം നിങ്ങളെ തലന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പതിപ്പിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ. ഇതേ ചോദ്യം നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ കാണുമ്പോൾ സാറിന് ഓർമ്മ വരും. പഠിച്ചു വെച്ചോ. ഇതിന്റെ ഇക്വേഷൻ എന്താ പറയടാ, രണ്ട് കണ്ടം. ഏതായത് സംഭവം ശ്രദ്ധിച്ചു കേട്ടിരുന്നോ. ഏതൊക്കെയാ? പി എ ഒരു കണ്ടം, എ പി എന്ന് പറയാം. എന്താണ്? എ പി ഇൻറ്റു ഏതാ രണ്ട് കണ്ടം എ പി, അടുത്ത അതേപോലെ അപ്പുറത്തും ഉണ്ട് പി ബി അല്ലെ. എ പി ഇൻറ്റു പി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഫിഗർ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് കാണാൻ എങ്ങനെയാ? ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇതൊരു ഇക്വേഷനാടാ. ഈ ഫിഗർ വരുമ്പോ ഇക്വേഷനായിട്ട് ഓർമ്മ വരണം നിങ്ങൾക്ക്. ഏതാണ് ഇക്വേഷൻ? പഠിച്ചു വെച്ചോ. ഒരു കണ്ടം ഇൻറ്റു അടുത്ത കണ്ടം എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ്. ഇതിന്റെ കോൺസെപ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താട്ടോ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് നോക്കാം അല്ലെ. കൊടുക്ക്. എ പിക്ക് നമുക്ക് എത്ര കൊടുക്കാം? 4 കൊടുക്ക്. പി ബിക്ക് നമുക്ക് എത്ര കൊടുക്കാം? 6 കൊടുക്ക്. 6 ഇല്ല, ആ റേഡിയസ് കണ്ടുപിടിക്കണം ആരേ. അപ്പൊ 6 അങ്ങനെ തന്നെ എഴുതി വെച്ചോ. മൈനസ് ഇതിന്റെ പേര് ഡി ആണ് കേട്ടോ. ഈ ഡിസ്റ്റൻസ് എന്താ ഡി എടാ? ഡി എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുക. അതായത് ഈ ഒ പി എന്ന് പറയുന്നത്, സൂം ചെയ്തരാവേ, ഈ ഒ പി എന്ന് പറയുന്ന സെന്ററിൽ നിന്ന് ആ ഒരു ലൈനിലേക്കുള്ള കോഡിലേക്കുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡി എന്ന് വിളിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോട്ടോ. അപ്പൊ ഡി എന്താടാ? ഡി ഇവിടെ 5 ആണ്. അപ്പം 5 സ്ക്വയർ, 4 6 24 സിക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എത്രടാ? 25. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ആർ സ്ക്വയർ കിട്ടാന് ആ 25നെ പിടിച്ചിട്ട് അപ്പുറത്തോട്ട് ഇടാം. പഠിച്ചു വെച്ചോ. 25നെ പിടിച്ചതാ. ഈ മൈനസ് 25 ഈടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. ദാറ്റ് ഈസ് 24 പ്ലസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. 29 ഈസ് 29 അല്ല, 24 25 എത്രടാ? 49 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പം റൂട്ടായിട്ട് മാറും. റൂട്ട് 49 ദാറ്റ് ഈസ് റേഡിയസ്. റൂട്ട് 49 എത്രടാ? റൂട്ട് 49 എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു 7 സെന്റിമീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എടാ മോനെ, ഈ ഇക്വേഷൻ പഠിച്ച് എ പി ഇൻറ്റു പി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ആ ഡി ആണ് ഇത്. ഈ ചിത്രം ഒന്ന് തലന്റെ അകത്തേക്ക് കയറ്റിച്ചോ. ഇങ്ങനെ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരും. ഇനി ലാസ്റ്റ് ഞാൻ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോഴായിരിക്കും പിന്നെ അത് കാണാം കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ അവിടെ പഠിച്ചു വെച്ചു. പരീക്ഷ എപ്പോഴും ചോദിക്കും 100% ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, ആ ഇക്വേഷൻ പഠിക്കുക. ഏതൊക്കെ നമ്പേഴ്സ് ആണോ തന്നത്, ലെറ്റേഴ്സ് ആണോ തന്നത്, കണ്ടോ, ഇത് തന്നു, ഡിയും തന്നു, 6 അവിടെ മിസ്സാക്കി തരും. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിസ്കസ് ചെയ്താൽ മതി. ഒരേ പൊളി. റെഡിയാണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ വേണമെങ്കിൽ നന്നാവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മറ്റ് യൂട്യൂബ് ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സാം അടുപ്പിച്ച് ഒരുപാട് വീഡിയോസ് സാറ് തരും. ഇപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ സാറിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തേ. ലൈക്ക് അടിക്കാത്ത ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് ലൈക്ക് അടിക്കുക. കാര്യം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമന്റ്സിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാറ്. അപ്പോൾ ഒരേ പൊളിയായിട്ട് നമുക്ക് പരീക്ഷകളെല്ലാം പഠിക്കണം. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല. പരീക്ഷ എളുപ്പമായിരിക്കും. കാര്യം അവസാനം വന്ന ചോദ്യ പേപ്പറിൽ പലതും നമുക്ക് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആദ്യത്തെ ഒരു കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് പറയാണ്, സാർ ഇതെന്താണ് കുറേ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ നെഗറ്റീവ് അടിക്കുക. എടാ ശരിക്കും ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മീൻസ് കുറച്ച് ഒരു 1-2 ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ 10 ചോദ്യങ്ങളിൽ അതിൽ 1-2 ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ടഫാണെന്ന്. പക്ഷെ ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഇത് ടഫ് ക്വസ്റ്റ്യൻസ് പേപ്പർ ഒന്നുമല്ല, എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾ ടഫാന്ന് വിചാരിച്ച് പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റും ലൈക്കും ഒക്കെ അടിച്ചു വെക്കുക. പരീക്ഷ കഴിയുന്നത് വരെയും അതോ കഴിഞ്ഞിട്ടും എല്ലാം സാറും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, വിച്ച് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. കമൻറ്റ് സെക്ഷനിൽ ഞാൻ വരാം. നിങ്ങൾ കമൻറ്റ്സ് ഇടണം കേട്ടോ. ബൈ.